ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ നാളെ കൊടുക്കാനുള്ള ആ വർക്ക് ഇതാണ്. അങ്ങനെ കുറേ നേരത്തെ എൻ്റെ നീണ്ട കാത്തിരിപ്പിന് ശേഷം കറണ്ട് വന്നു. കറണ്ട് വന്നപ്പോഴാണ് വർക്ക് ചെയ്യാനുള്ള ഒരു മൂഡൊക്കെ വന്നു തുടങ്ങിയത്. ബ്രദറിൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ഒരു 60 ചോക്ലേറ്റ്സ് കസ്റ്റമൈസ്ഡ് ഫോട്ടോ റാപ്പർ വെച്ചിട്ട് സെറ്റ് ചെയ്യാനായിരുന്നു വർക്ക്. ഞാൻ ഈ വർക്ക് ആദ്യമായിട്ട് ചെയ്യുന്നത് ജുങ്കുഡുവിനാണ്. ജുങ്കുഡുവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഈ വർക്ക് ചെയ്തത്. പിന്നെ അങ്ങനെ കണ്ടിട്ടാണ് എനിക്ക് ഈ ഒരു ഓർഡർ കിട്ടുന്നത്. ഇവിടെ കസ്റ്റമർ 2 ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു 30 എണ്ണം ഒരു തീമിലും മറ്റേ 30 എണ്ണം വേറൊരു ഡിസൈനിലും ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടും ഞാൻ ഓരോ ഡിസൈൻ ചെയ്ത് അയച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ വർക്ക് തുടങ്ങി. കുറേ നേരം ഇരുന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് നേരം ഇരുന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് ബാക്കി വർക്ക് ചെയ്തത്. അങ്ങനെ കുറച്ച് നേരം കിടന്നിട്ട് വീണ്ടും പണി തുടങ്ങി. ആദ്യം വൈറ്റ് തീമിലുള്ളതാണ് ഞാൻ കംപ്ലീറ്റ് ആക്കിയത്. അതിൻ്റെ ഒരു 30 എണ്ണം വർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അടുത്തത് റെഡ് തീമിലുള്ളതും ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഈ റെഡ് തീം വരുന്നതാണ് കൂടുതൽ ഇഷ്ടമായത് കേട്ടോ. അതൊരു വിൻറ്റേജ് ലുക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ഫോട്ടോയ്ക്ക് കറക്റ്റ് സ്യൂട്ട് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ അതന്നെ വെച്ചിട്ട് സെറ്റ് ചെയ്യാണ് ചെയ്തത്. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് റാപ്പർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അത് കണ്ടു നോക്കിക്കോളൂ. അങ്ങനെ ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ വർക്ക് തീർന്നു. 60 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാനൊരു കവറിലാക്കി വെച്ചിരിക്കുകയാണ്. ഓരോ വർക്ക് കഴിയുമ്പോഴും ഞാനിരുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ അവസ്ഥ പിന്നെ ഇതാണ്. ഇനി അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലം വൃത്തിയാക്കിയിടലാണ്. അപ്പോൾ കൈയോടെ ഒരു ചൂലെടുത്തുകൊണ്ട് വന്ന് മൊത്തത്തിലൊന്ന് അടിച്ചു വാരിയിട്ടു. വേസ്റ്റുകളെല്ലാം പേപ്പർ പീസുകളായ കാരണം ഒന്നും കളയണ്ട, കത്തിക്കാൻ എടുക്കാന്ന് അമ്മായി പറഞ്ഞുകൊണ്ട് എല്ലാം ഒരു സ്ഥലത്ത് ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി അമ്മായി വന്നിട്ട് അത് കോരി എടുത്ത് കൊണ്ടുപോകും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.